നഗരഹൃദയത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതാവും മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെ പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ അനുമതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ യാത്രാ പ്രശ്നത്തിന് വലിയ പരിഹാരമാവുന്നതാണ് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നിർമ്മാണം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. 5 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. നിലവിലെ റോഡിനേക്കാൾ 3 ഇരട്ടി വീതി. എല്ലാ തരത്തിലും നഗരം മാറുന്ന രീതിയിലാണ് വികസനം. നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഡ്രൈനേജ് നിർമ്മാണം, നടപ്പാത, നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെ പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വൈകാതെ അനുമതി ലഭിക്കുമെന്ന് കരുതുന്നതായും മന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽപ്പെട്ടതുകൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ഈ പദ്ധതി മാറിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നാൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെയും ഇതിൻ്റെ ഭാഗമായി പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിജിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ നടത്തിയിട്ടുണ്ട്. അതിന് അനുമതി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് പരാതിയുണ്ടെങ്കിലും പരിഹരിച്ച് മുൻപോട്ട് പോകുമെന്നും പദ്ധതി പൂർത്തിയാക്കുകയാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമരാമത്ത് വകുപ്പാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്തുന്നുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പൊതുവെ ഇടപെടുന്നുണ്ട്. പ്രവൃത്തി മുന്നോട്ട് പോവുക, ഇത് തീരുക എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കെയുണ്ടോ? 76,90,00,000 രൂപയാണ് കരാർ തുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.